ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കാന്താരി പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് നമ്മൾ ഇവിടെ കണ്ണിമാങ്ങ വീണ്ടെടുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ കണ്ണിമാങ്ങ കണ്ട് ഗൈസ്. പക്ഷേ ഇത്രയും കുഞ്ഞു കണ്ണിമാങ്ങയ്ക്ക് കയ്പ്പായിരിക്കും, അതുകൊണ്ട് ഞാനതവിടെ എറിഞ്ഞു കളഞ്ഞു ഗൈസ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഈ വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ പണ്ട് നമ്മൾ ഒരുപാട് ഇതിലെ വഴി നടന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെപ്പോഴും ഡെയിലി കുളിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു തോടുണ്ട് ഗൈസ്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ തോട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. ഞാനും അച്ഛയും മാളും കൂടിയാണ് കേട്ടോ നമ്മൾ കാന്താരി പറിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏലത്തിനുള്ളിൽ കൂടെയാണ് കേട്ടോ. ഇതാണ് ഏലച്ചെടി. നമ്മൾ ഏലക്ക എടുക്കുന്നത് ഇതിൽ നിന്നാണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ കണ്ടോ, ഇതാണ് നമ്മുടെ മുന്നത്തെ ഉണ്ടായിരുന്ന ഒരു തോടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കുളിക്കാനായിട്ടൊക്കെ വരുന്നത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ വരിപ്പൊക്കെ ഇവർ കെട്ടി ഇവിടെ കുറേ ഏലമൊക്കെ വെച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്ഥിതി ഇങ്ങനെ ആയത്. മുന്നേ ഇത്രയും വെള്ളമൊന്നും ഇവിടെ പറ്റില്ലായിരുന്നു കേട്ടോ. അടിപൊളി ഒരു തോടായിരുന്നു ഗൈസ്. ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്. വലിയ പാറകളൊക്കെ ആയിരുന്നു ഗൈസ്, അതൊക്കെ പൊട്ടിച്ചു. ആ ഒരു വലിയ പാറയുടെ ഒരു കഷ്ണമാണിത്. ഒരു വലിയ പാറയായിരുന്നു ഗൈസ് അത്. ഇവിടെ ആകെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കാന്താരി പറിക്കാൻ പോകുന്നത് ഇതിനടുത്തായിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. നമുക്ക് പോയി കാന്താരി പറിച്ചിട്ട് വരാം ഗൈസ്. ഇപ്പം ഈ കാന്താരി പറിക്കുന്നത് ഞാൻ സൗദിക്ക് തിരിച്ചു പോകുമ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ കാന്താരി കിട്ടുമെങ്കിലും അതിന് നല്ല വിലയാണ് ഗൈസ്. കുട്ടു ഭയങ്കര ആത്മാർത്ഥതയോടെ എല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുട്ടുവിൻ്റെ കൂട്ടുകാരൻ്റെ പറമ്പിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ശരിക്കും അവരോട് ചോദിച്ചിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാന്താരി ചോദിച്ച് ഇപ്പം നമ്മൾ പറിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പല്ല കേട്ടോ. ഇത് ഇത്രയും നേരം നമ്മൾ പറിച്ചുകൊണ്ടിരുന്ന കാന്താരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാന്താരിയാണ് ഗൈസ്. ഇത് ഇച്ചിരി വലിയ കാന്താരിയാണ്. പക്ഷേ എനിക്കറിയാം ഈ കാന്താരി ഭയങ്കര എരിവുള്ള കാന്താരിയാണ് ഗൈസ്. പക്ഷേ ഈ ചുമന്ന് കിടക്കുന്ന കാന്താരിയുടെ ഈ അരി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിട്ട് കിളിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് കൂട്ട് നമ്മൾ ആ പഴുത്തത് നോക്കി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നെക്സ്റ്റ് ടൈം നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.